മുസ്ലിം കുട്ടിക്ക് എന്തെങ്കിലും ക്രിസ്ത്യൻ പേര് ഇട്ടെന്ന ചോദ്യമാണ് പലരും ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം? ഇത് ക്രിസ്ത്യൻ നെയിം ആണല്ലോ. നമുക്കറിയില്ല ഇപ്പൊ ക്രിസ്ത്യാനി പേരാണോ. എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പൈസ വന്നപ്പോൾ അഹങ്കാരം കൂടുതൽ കൊണ്ടാണോ ക്രിസ്ത്യൻ പേര് ഇട്ടത് എന്ന് വരെയുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ കുറ്റം പറയുന്നവരുണ്ട്. എന്താ ഉമ്മക്ക് പറയാനുള്ളേ? അവര് പറഞ്ഞോട്ടെ, അളവായോണ്ടല്ലേ. നമ്മളെ മേത്തട്ടൂല. മേത്തട്ടുമ്പോഴേ നമ്മള് പ്രതികരിക്കുള്ളൂ. പുതിയൊരു അതിഥി വീട്ടിൽ വന്നത് പങ്കിടാനാണ് നമ്മളിപ്പോ ഒരുമിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് പുതിയ വിശേഷങ്ങൾ? ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെ നമ്മളിപ്പോ കടന്നു പോകുന്നത്. കുഞ്ഞുവാവ വന്നപ്പോ എന്താ തോന്നുന്നത്? സന്തോഷം. ചെറിയൊരു ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ വലിയൊരു ഫാമിലി ആയിട്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാറി എന്നുള്ളതാണ്. നമ്മുടെ എന്ന് പറയാ ഓരോ കുട്ടികൾ വരുമ്പോൾ സന്തോഷം. ഈ ക്രിസ്ത്യൻ നെയിമിൽ തന്നെ കുറേ പേര് കോമൺ നെയിമുകളുണ്ട്. ഇപ്പൊ മറിയം, സെറീന. അപ്പൊ ഞാന് അലേഹ അലൻ. പിന്നെ കേൾക്കാനൊരു നല്ലൊരു പേരാണ്, പെട്ടെന്ന് പറയാനും. പിന്നെ അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് വിവാദങ്ങളായത്. കാരണം പറഞ്ഞ ആളുകൾ തന്നെ പറയണത് ക്രിസ്ത്യൻ പേരാണെന്ന്. പിന്നെ അവരത് നമുക്ക് പറഞ്ഞുതരാൻ നിൽക്കണം. പൈസ വന്നപ്പോൾ അഹങ്കാരം കൂടുതൽ കൊണ്ടാണോ ക്രിസ്ത്യൻ പേര് ഇട്ടത് എന്ന് വരെയുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടി ജനിച്ചോണ്ടേ കുട്ടീനെയും കൊണ്ട് കറങ്ങുക, വീഡിയോ എടുക്കുക, റീച്ചിന് വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് പോലും എടുപ്പിക്കാതെ ചെയ്യിപ്പിക്കുക. 10 മിനിറ്റിന്റെ വീഡിയോ അല്ല ഒരാളുടെ ലൈഫ്. 10 മിനിറ്റ് കഴിഞ്ഞ് എത്രയോ മണിക്കൂർ ബാക്കി കിടക്കുക. 24 മണിക്കൂറിൽ 10 മിനിറ്റ് നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ. ബാക്കി മണിക്കൂറൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നില്ലല്ലോ. അത് നമ്മൾ കുട്ടീനെ നോക്കുന്നുണ്ട്, കുട്ടീനെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്ക്, കടക്ക്, ഇതാക്കുന്നു. പഴമക്കാർ പറയുന്നുണ്ട്, പിന്നെ പഠിച്ച ആൾക്കാർ പറയുന്നുണ്ട്. നമ്മളെന്തായാലും പഠിച്ച ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട്. കുഞ്ഞ് ജനിച്ചത് വരെ പ്രൊമോഷൻ ആക്കിയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജോലിയുടെ ഭാഗങ്ങളുണ്ട്. നമ്മൾ അതിന് ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു സമയം അതിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമ്മളത് വീഡിയോസ് എടുക്കുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് അവർക്കൊരു ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കതിന് ഒരു ചിലപ്പോൾ കൊളാബറേഷൻ ആവാം, ചിലപ്പോൾ പെയ്ഡ് ആയിട്ടാവാം, ചിലപ്പോൾ ബാർട്ടർ കൊളാബ് ആവാം. ഇത് നമ്മൾ മാത്രം ചെയ്യുന്നതല്ല, ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാനല്ല, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം.